നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം എന്ന വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിശ്വാസം എന്നതോ എന്താണ് എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്ന് നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് കണ്ടു. വിശ്വാസം എന്നതിൽ നിന്ന് പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമുക്ക് വേണമെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി ഉള്ള ഒരു നിർബന്ധമായിട്ട് ഇന്ന് വിശ്വാസത്തെ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നു. എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള വിശ്വാസം, അല്ലെങ്കിൽ എല്ലാം നന്നാകുമെന്നുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമെന്നുള്ള വിശ്വാസം, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാണ് നമ്മൾ ലോകത്തിൽ മുഴുവൻ കാണുന്നത്. എന്നാൽ അതിനൊക്കെ അപ്പുറം ദൈവികമായ വിശ്വാസം, അതായത് നമ്മളെ നീതിയിലേക്കും രക്ഷയിലേക്കും നടത്തുന്ന ദൈവിക വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് പ്രത്യാശയുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ 2 കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്നത് അത് നിത്യമായ കാര്യങ്ങളെന്നാണ്. അപ്പോൾ നിത്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഉറപ്പും ആണ് നമ്മൾ ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഓക്കെ, അത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പം ക്രിയേഷൻ എങ്ങനെ സംഭവിച്ചു, എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായത്, അത് ദൈവം സൃഷ്ടിച്ചു എന്ന് നമ്മൾ വിശ്വാസത്താലാണ് അറിയുന്നത്. അതിന് തെളിവുകൾ വെച്ചല്ല, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം വെച്ചാണ് നമ്മളത് അറിയുന്നത്. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിൻ്റേതിനേക്കാളും ഉത്തമമായ ഒരു യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. എങ്ങനെയാണ് ഹാബേൽ നീതിമാനായത്, കായൻ നീതിമാനാകാതെ പോയത്? നമുക്ക് പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. കായിൻ കൃഷിക്കാരനായിരുന്നു, എന്നാൽ ഹാബേൽ ആടുകളെ വളർത്തുന്നവനായിരുന്നു. ഇത് രണ്ടും മനുഷ്യ സംസ്കാരത്തിൻ്റെ ആദ്യകാലങ്ങളിലുള്ള ജോലികളാണ്. അപ്പോൾ ആദമിൻ്റെ മക്കൾ 2 പേരും ഈ 2 പ്രൊഫഷനിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ അവർ ദൈവത്തിൻ്റെ ഒരു യാഗം കഴിക്കുകയാണെങ്കിൽ ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ ശരിക്കും കായിൻ എന്താണ് കൊണ്ടുവരേണ്ടത്? അവൻ്റെ അധ്വാന ഫലമാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ന്യായമായും കായികനികൾ തന്നെയാണ് അവൻ കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ ഹാബേൽ ആടുകളെ വളർത്തുന്നവനാണ്, അപ്പോൾ ന്യായമായിട്ടും ഹാബേൽ ആടുകളെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അങ്ങനെ ആയിരിക്കെ എന്തുകൊണ്ടാണ് നമ്മൾ കായിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്നും ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്നും പറയുന്നത്? അതിന് കാരണം നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല എങ്കിലും എബ്രായ ലേഖനം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, വിശ്വാസത്താലാണ് ഹാബേൽ ദൈവത്തിന് കായിൻ്റേതിനേക്കാളും ഉത്തമമായ യാഗം കഴിച്ചത്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് ആണ് ഹാബേലിൻ്റെയും കായിൻ്റെയും യാഗത്തെ തമ്മിൽ വേർതിരിച്ച ഘടകം. ഹാബേലിൻ്റെ യാഗത്തിനകത്ത് ഫെയ്ത്ത് ഉണ്ടായിരുന്നു, കായിൻ്റേതിൽ അതുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് ഫെയ്ത്ത്? കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നിശ്ചയം, ഒരു അവബോധം ഹാബേലിൻ്റെ യാഗത്തിലുണ്ടായിരുന്നു എന്നും കായിൻ്റെ യാഗത്തിൽ അതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് രണ്ടിനെയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്, മതത്തിൻ്റെ ആചാരങ്ങളെല്ലാം ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ വിശ്വാസം ഇല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഹാബേൽ ഒരു യാഗം കഴിച്ചല്ല ദൈവത്തെ പ്രസാദിപ്പിച്ചത്, ആ യാഗത്തിലൂടെ അവൻ്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അവൻ നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഹാബേൽ നീതിമാനായത്? അത് വിശ്വാസത്താലാണ് എന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. അതായത് ബൈബിളിൻ്റെ ചരിത്രം തുടങ്ങുമ്പോൾ മുതലുള്ള ഇന്നേ വരെയുള്ള കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നീതിമാൻ എന്ന സാക്ഷ്യം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളല്ല, ആചാരങ്ങളല്ല, അത് എപ്പോഴും വിശ്വാസത്താൽ മാത്രമാണ്. അതുകൊണ്ട് അന്നും ഇന്നും എന്നും വിശ്വാസയുഗമാണ്, കൃപയാണ് വാഴുന്നത്, പ്രവൃത്തികളല്ല. അത് നമുക്കിവിടെ കാണാൻ കഴിയും. വിശ്വാസത്താലുള്ള നീതീകരണം കൃപയാണ്, പ്രവൃത്തികളാലുള്ളത് മെറിറ്റാണ്. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിൻ്റേതിനേക്കാളും ഉത്തമമായ ഒരു യാഗം കഴിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ആ യാഗം ഉത്തമമായത്? എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ദൈവത്തിന് കൊടുക്കുക എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്, ദൈവത്തിന് കൊടുക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും എൻ്റെ മുമ്പിലുള്ളത്. പക്ഷേ ദൈവത്തിന് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു വക ആവശ്യമില്ല, നമ്മുടെ പണം ആവശ്യമില്ല ദൈവത്തിന്. നമ്മൾ പലപ്പോഴും നിങ്ങൾ കേൾക്കാറുണ്ട്, ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് എന്തിനാണ് പണം? ദൈവത്തിന് ഒരു നയാ പൈസയുടെ ആവശ്യമില്ല. കാരണം ദൈവമാണ് സകലം സൃഷ്ടിച്ചത്. കൈപ്പണിയായ മനുഷ്യനിർമ്മിതമായ ഭവനങ്ങളിൽ വസിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ദൈവത്തിന് ഒരു നയാ പൈസ പോലും നമ്മുടെ കയ്യിൽ നിന്ന് വേണ്ട. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ കായിൻ്റെ യാഗത്തെയും ഹാബേലിൻ്റെ യാഗത്തെയും നമ്മൾ അങ്ങോട്ട് ദൈവത്തിനോട് അർപ്പിക്കുമ്പോൾ ദൈവത്തിന് സന്തോഷമാകുന്നു? കുറച്ച് കൂടുതൽ പൈസ കൊടുത്താൽ ദൈവത്തിന് സന്തോഷമാകുന്നു. 10 രൂപ കൊടുത്താൽ നടക്കാത്ത വിടുതൽ 100 രൂപ കൊടുത്താൽ നടക്കുന്നു. ഞാൻ 100 മീറ്റർ നടന്നാൽ കിട്ടാത്ത വിടുതൽ 1000 കിലോമീറ്റർ നടന്നു പോകുമ്പോൾ കിട്ടുന്നു. അപ്പോൾ ഇതെല്ലാം ദൈവത്തിന് ഞാൻ എന്തോ കൊടുക്കുന്നു. നമ്മൾ പാടും പറയും, എൻ്റെ ആരോഗ്യം തരുന്നു, എൻ്റെ ജീവിതം തരുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ അർപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ ഹാബേലിൻ്റെ യാഗത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അവൻ ഏറ്റവും നല്ല ആടിനെ കൊണ്ടുവന്നിട്ട് ദൈവം നീ എടുത്തോ നിനക്ക് തരുന്നു എന്ന് പറയുകയല്ല ചെയ്യുന്നത്. അവൻ അതിനെ മുറിച്ച് അതിൻ്റെ മേധസ് എടുത്ത് വെച്ച്, ആ മേധസ്സാണ് ദൈവത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നുറുക്കപ്പെടുന്നതാണ് നമ്മളവിടെ കാണുന്നത്. നമ്മുടെ ഏറ്റവും നല്ലത്, നമുക്കുള്ള ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കുകയല്ല, അത് നുറുക്കപ്പെടുകയാണ് വിശ്വാസത്താലുള്ള യാഗത്തിൽ സംഭവിക്കുന്നത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ക്രൂസൈഡുകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാകാം, നിങ്ങളുടെ പേഴ്സ് തുറക്കൂ, അതിലേറ്റവും വലിയ നോട്ട് എടുക്കൂ, അത് ദൈവത്തിന് കൊടുക്കൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലരെങ്കിലും അറ്റ്ലീസ്റ്റ് അങ്ങനെ ആരെങ്കിലും പറയുന്നതായിട്ടെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ കായിൻ്റെ യാഗം എന്ന് പറയുന്നത്. നമുക്കുള്ളതിൽ ഏറ്റവും നല്ലത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നു, അതങ്ങ് കൊടുത്താൽ ഞാൻ ഒരു നീതി അതിനാൽ പ്രാപിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് പ്രവൃത്തിയാലുള്ള നീതിയാണ്.
അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന് കൊടുത്തവനാണ് ഞാൻ എൻ്റെ യൗവനകാലം ദൈവത്തിന് കൊടുത്തതാണ്, ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ദൈവത്തിന് കൊടുത്തതാണെന്നൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുക അത് കായിനാണ്. എന്നാൽ ഹാബേൽ എന്താണ് ചെയ്യുന്നത്? ഹാബേൽ ഏറ്റവും നല്ലതിനെ എടുത്തിട്ട് ദൈവത്തിന് മുമ്പിൽ അതിനെ ചിന്ന ഭിന്നമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് അപ്രസക്തമായി പ്രയോജനമില്ലാത്തതായി എണ്ണുകയാണ് ചെയ്യുന്നത്. എൻ്റെ വിദ്യാഭ്യാസത്തെ ഞാൻ ദൈവത്തിന് കൊടുക്കുകയല്ല ചെയ്യുന്നത്, എൻ്റെ ടാലൻറ്റുകളെ ഞാൻ ദൈവത്തിന് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ആ വിദ്യാഭ്യാസത്തെ ചവറ് എന്ന് എണ്ണുകയാണ് ചെയ്യുന്നത്, അതിനെ തകർക്കുകയാണ് ചെയ്യുന്നത്, അതിനെ വേണ്ട എന്ന് വയ്ക്കുക ചെയ്യുന്നത്. അപ്പം എൻ്റെ റിസോഴ്സസിനാലല്ല, ആ റിസോഴ്സസിനെ ഞാൻ മുറിച്ചിട്ട് അതിനെ അബലമാക്കിയിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ പറയുകയാണ്, ദൈവമേ നിന്നാൽ എന്നാലല്ല എൻ്റെ ഒരു റിസോഴ്സസിനാടുമല്ല, അതെല്ലാം നിൻ്റെ മുമ്പിൽ ഞാൻ തകർത്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഫെയ്ത്ത്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മളിൽ ആശ്രയിക്കുന്നില്ല, നമ്മുടെ ജഡത്തിൻ്റെ റിസോഴ്സിൽ ആശ്രയിക്കുന്നില്ല, ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തു എന്ന് ഒരിക്കലും ചിന്തിക്കുന്നുമില്ല. അപ്പോൾ ദൈവത്തിന് ഒരിക്കലും ഒന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ വേദപുസ്തകത്തിൽ മുഴുവൻ മനസ്സിലാക്കുന്നത്. കാരണം ഹീ ഈസ് കിങ് എബവ് എവറിത്തിങ്. തന്നെയുമല്ല ഈ ലോകത്തിലുള്ളത് സകലതും അതിൻ്റെ പൂർണ്ണതയും ദൈവത്തിനുള്ളതാണ്. അപ്പോൾ നീതിമാൻ എന്ന സാക്ഷ്യം ഹാബേലിന് ലഭിച്ചത് അവൻ്റെ നുറുക്കത്തിലൂടെയാണ്, ആ ബ്രോക്കൺനെസ്സിലൂടെയാണ്. അവൻ്റെ യാഗവസ്തു ഏറ്റവും നല്ലതാണ്, പക്ഷേ അതിന് പ്രയോജനമില്ലാതാക്കി വയ്ക്കുക ചെയ്യുന്നത്. ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചല്ല, അയ്യോ ഇതെന്തിനു കൊള്ളാം എന്ന് വിചാരിച്ച് അതിനെ നുറുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഈ ചാരിറ്റി ഗിവിങ് പാവപ്പെട്ടവർക്ക് നൽകുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലെ പണ്ട് ഉപയോഗിച്ചതും മടുത്തതും കീറിയതും മുഷിഞ്ഞതും നമുക്ക് മടുപ്പ് തോന്നുന്നതും വേണ്ടാന്ന് വെക്കുന്നതുമായ സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് പാക്ക് ചെയ്ത് പാവങ്ങൾക്ക് കൊടുത്തു വിടുന്നു. ആ ഒരു കാഴ്ച നമ്മുടെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, കുറേ നാൾ മുമ്പ് അതൊക്കെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അവിടെ ഏറ്റവും നല്ലത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ മുഷിഞ്ഞത് കൊടുത്തിട്ട് തന്നെ അതിനകത്ത് നമ്മുടെ ഒരു അഹങ്കാരം എടുക്കുന്നു. ഇപ്പോൾ എന്ത് കൊടുത്താലും, കീറിയ നോട്ടിട്ടാലും എന്ത് കൊടുത്താലും അതിൽ നിന്നെല്ലാം നമ്മൾ തിരിച്ചു വാങ്ങിക്കുന്ന നുറുക്കമില്ലാത്ത ഹൃദയമാണ്. അവിടെ വിശ്വാസമില്ല, ഏതോ പ്രവൃത്തികളാൽ നമ്മൾ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ കറ പുരണ്ട തുണി പോലെയാണ്. എല്ലാ മനുഷ്യ പ്രവൃത്തികളും അങ്ങനെയാണ്. മനുഷ്യർ നീതിമാന്മാരാകാൻ വേണ്ടി ചെയ്യുന്ന സകല പ്രവൃത്തികളും ദൈവത്തിന് മുമ്പിൽ കറ പുരണ്ട തുണി പോലെയാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. അതിൽ അന്തർലീനമായിരിക്കുന്ന വിശ്വാസത്താലാണ് ഓരോ മനുഷ്യരും നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ ഹാബേലിൻ്റെ കഥ ഓർക്കുമ്പം എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ പലപ്പോഴും പാടിയിട്ടുണ്ടാവും, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ ബന്ധനം അഴിയുന്നു, കെട്ടുകൾ അഴിയുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഹാബേലിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ, പെർഫെക്റ്റ് യാഗം കഴിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഹാബേലിന് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. അവൻ അല്പപ്രാണിയായി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. വളരെ കുറച്ച് നാളാണ് ഹാബേൽ ജീവിച്ചത്. എന്തായിരുന്നു അവൻ്റെ കുറ്റം? ഏറ്റവും നല്ലൊരു യാഗം കഴിച്ചു. അപ്പോൾ ആരാധനയിൽ അവൻ എന്ത് വിടുതലാണ് കിട്ടിയത്? നമ്മൾ ഈ ഭൗതിക സമ്പത്തുകളെല്ലാം ആരാധനയോട് വരുന്നു എന്ന് പറയുമ്പം ആയുസ് പോലും ഹാബേലിന് ലഭിച്ചില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ആയുസ് പോലും ലഭിച്ചില്ല. അപ്പം ഒരുപക്ഷെ യേശുക്രിസ്തുവിൻ്റെ യാഗത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അതിൻ്റെ നിഴൽ യാഗങ്ങളിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു യാഗമായിട്ട് വേണമെങ്കിൽ പറയാവുന്ന ഒരു യാഗമാണ്. കാരണം ദൈവം പ്രസാദിച്ച ഒരു യാഗമാണ് ഹാബേലിൻ്റെ യാഗം. ആ യാഗം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ആ യാഗം കൊണ്ട് അവനൊരു ദീർഘായുസ് പോലും കിട്ടിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇവിടെയുള്ള മാനുഷികമായ പ്രവൃത്തികൾ കൊണ്ട് അല്ല, അവൻ്റെ ഉള്ളിലെ വിശ്വാസത്താലാണ് അവൻ കാണാത്തതിനെ മുറുകെ പിടിക്കുന്ന ഒരു സാക്ഷ്യം അവന് ലഭിച്ചത് എന്ന് നമുക്ക് ഇവിടെ വായിച്ചാൽ മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ആത്മിക അഭ്യാസങ്ങൾ നമ്മൾ ദൈവത്തിന് നൽകുന്നത് എല്ലാം തിരിച്ചു പ്രാപിക്കാൻ വേണ്ടിയാണ് എങ്കിൽ അത് ഹാബേലിൻ്റെ യാഗമല്ല, കായിൻ്റെ യാഗമാണ്. നമ്മൾ ദൈവത്തിന് കൊടുത്തിട്ട് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ക്രെഡിറ്റ് എങ്കിലും തിരിച്ചു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഹാബേലിൻ്റെ യാഗമല്ല, അത് കായിൻ്റെ യാഗമാണ്. കായിൻ്റേതിലും അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. ദൈവം കായിനോട് പറഞ്ഞു. അത് വ്യക്തമായൊരു സാക്ഷ്യമായിട്ട് ദൈവം നൽകി. കാരണം അവൻ്റെ വിശ്വാസത്തിലാണ് ആ യാഗം പൂർത്തിയായത്. മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും ഹാബേലിൻ്റെ രക്തം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിഷ്കളങ്ക രക്തം ചിന്തപ്പെടുന്ന ഒരു ഭൂമിയിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മളിവിടെ സഫർ ചെയ്യുന്നതിനൊന്നും നമ്മൾ കാരണമല്ല. പലപ്പോഴും നമ്മൾ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഇവിടെ കഷ്ടപ്പെടുന്നതെല്ലാം ഞാൻ പണ്ട് ചെയ്ത തെറ്റിൻ്റെ ആയിരിക്കും. സഹോദരങ്ങളെ, ഹാബേൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഹാബേൽ ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, മനുഷ്യനല്ലേ, പാപം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിന് പരിഹാരയാകും അർപ്പിച്ച ശേഷം അവൻ എങ്ങനെയാണ് മരിച്ചു പോയത്? കാരണം ഈ ലോകത്തിൽ നീതിയായതൊന്നും സംഭവിക്കണമെന്ന് നിർബന്ധമില്ലെന്നും, നമുക്ക് ഈ ലോകത്തിൽ ഓഹരിയില്ലെന്നും, നമ്മൾ നന്മ ചെയ്താൽ നന്മ ലഭിക്കുന്നത് ഈ ലോകത്താകണമെന്ന് നിർബന്ധമില്ലെന്നും നമുക്ക് ഈ വചനങ്ങൾ നമ്മളെ കാണിച്ചിരുന്നു. ഹാബേലിൻ്റെ ലൈഫ് വലിയൊരു എക്സാമ്പിളാണ്. ഹാബേലിൻ്റെ ലൈഫ് വലിയൊരു എക്സാമ്പിളാണ്. വിശ്വാസ ജീവിതത്തിന് അത് വലിയൊരു മാതൃകയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്തത് ഹാനോക്കാണ്. ഹാനോക്കിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ പറയുന്നത്, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഹാനോക്ക് നടന്നു, കാണാതായി, ആളേയില്ല. നമ്മൾ ഈ ലോകത്തിൽ കുറേ നാളുടെ ജീവിച്ചൊരു വീടൊക്കെ വെച്ച് നല്ല ലക്ഷറി ആയിട്ട് ജീവിക്കുക, അതല്ലേ വിശ്വാസത്തിൻ്റെ ഇന്ന് നമ്മൾ കാണുന്ന ഫലം? ഇന്ന് നമ്മൾ കാണുന്ന ഫലം എന്താണ്? നമ്മൾ വിശ്വാസ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്, നമ്മൾ നല്ല സുന്ദരമായ ജീവിതം ജീവിക്കും, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഹാനോക്കിന് എന്ത് സംഭവിച്ചു? ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നമ്മൾ ചിലപ്പം തമാശയായിട്ടല്ല, എന്നാലും ചിലപ്പോഴൊക്കെ ഗൗരവമായിട്ട് പറയാറുള്ള കാര്യമാണ്, ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോകും. അത് വെറുതെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെങ്കിൽ പോലും ഈ ദൈവത്തിൻ്റെ സ്നേഹം ഇവിടെ ഒരു ദീർഘായുസ് ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പഴയ നിയമ ന്യായപ്രമാണത്തിൽ ദീർഘായുസ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നിത്യജീവനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഫെയ്ത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ദീർഘായുസ് ഒരു കാര്യമല്ല. കാരണം നമ്മൾ ഓൾറെഡി നിത്യജീവനിലാണ്.
അതുകൊണ്ട് എത്ര വർഷം ജീവിച്ചു എന്നുള്ളത് സ്തെഫാനോസിന് പ്രശ്നമല്ല, എത്ര വർഷം ജീവിച്ചു എന്നുള്ളത് ഹാനോക്കിന് പ്രശ്നമല്ല, എത്ര വർഷം ജീവിച്ചു എന്നുള്ളത് ഹാബേലിനും പ്രശ്നമല്ല, യേശുക്രിസ്തുവിനും പ്രശ്നമല്ല, ശിഷ്യന്മാർക്കും പ്രശ്നമല്ല. കാരണം എങ്ങനെ ജീവിച്ചു, വിശ്വാസത്തിൻ്റെ സാക്ഷ്യം ലഭിച്ചോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ ലോക ജീവിതം കൊണ്ട് വേദപുസ്തകം ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ദീർഘായുസല്ല നമ്മുടെ ലക്ഷ്യം, നിത്യജീവനാണ്. അത് വിശ്വാസത്താൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. ഇപ്പോൾ ഹാനോക്കും ഈ ഭൂമിയിലൊന്നും പ്രാപിച്ചില്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം, ഈ പഴയ നിയമത്തിൽ ഒത്തിരി ലോകപരമായ അനുഗ്രഹങ്ങളുണ്ടെന്നും ഈ ലോകപരമായ അനുഗ്രഹങ്ങൾ പുതിയ നിയമത്തിലാണ് ഇല്ലാത്തതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. നമ്മൾ പഴയ നിയമത്തിൽ ഏത് വിശുദ്ധൻ്റെ കഥ എടുത്താലും, ഇപ്പം മുമ്പോട്ട് വരുമ്പോൾ മോശയുടെ കാര്യം നമ്മൾ പറയും. മോശ കനാൻ ദേശത്തെത്തി പോലും ഇല്ല, ഒന്നും ലഭിച്ചില്ല, അവനൊരു നല്ല ശവസംസ്കാരം പോലും കിട്ടിയില്ല. ആൾക്കാർ ആഘോഷിച്ച് മോശ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ അത്ഭുതങ്ങൾ കണ്ടതെന്ന് പറയാനുള്ളൊരു സമയം ആർക്കും കൊടുത്തില്ല. ദൈവം അവൻ്റെ ശരീരം മറവ് ചെയ്തു, എവിടെയാണെന്ന് പോലും അറിയില്ല. ഒരു ഇഗ്നോണിമസ് അല്ലെങ്കിൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇറലവൻ്റ് ആയിട്ടുള്ള, ആർക്കും എന്താ പറയുന്നത്, യാതൊന്നും ആഘോഷിക്കാനില്ലാത്ത ഒരു ശവസംസ്കാരം മാത്രമാണ് മോശയ്ക്ക് ലഭിച്ചത്. അവൻ ആ ദേശത്തെത്തിയത് പോലും ഇല്ല. പക്ഷെ അവന് നിത്യതയ്ക്ക് പ്രശ്നം ഉണ്ടായില്ല. കാരണം നമുക്കറിയാം, യേശു ക്രിസ്തു മറുരൂപമലയിൽ ഈ മോശയുമായിട്ട് സംസാരിക്കുന്ന നിത്യതയുടെ വെളിച്ചം ഒരു നിമിഷം എറ്റർണിറ്റിയിൽ എങ്ങനെയാണ് സംഭവങ്ങളെന്ന് ശിഷ്യന്മാർ കാണുന്നുണ്ട്. ആ മഹത്വത്തെ, കർത്താവ് മഹത്വത്തിൽ ഇരിക്കുമ്പോൾ അവിടെ മോശയുമുണ്ട്, ഏലിയാവുമുണ്ട്, ഇവരെല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ മോശ നഷ്ടപ്പെട്ടു പോയോ? കനാൻ ദേശത്ത് എത്തുന്നതിന് മുമ്പ് പട്ടുപോയോ? ഇല്ല. പക്ഷേ ഈ ലോകത്തിലെ വാഗ്ദത്തങ്ങൾ വെച്ച് നോക്കിയാൽ മോശയ്ക്കൊന്നും ലഭിച്ചില്ല. അതുപോലെ പഴയ നിയമ വിശുദ്ധന്മാർ, യശയാവായാലും യിരെമ്യാവായാലും യെസക്കേലായാലും ഹോശയായാലും ആരായാലും അവർ ഈ ലോകത്ത് ഒന്നും പ്രാപിച്ചവരല്ല. അപ്പോൾ വാഗ്ദത്തങ്ങൾ, എബ്രായ ലേഖനം പറയുന്നത്, വാഗ്ദത്തങ്ങൾ എപ്പോഴും നിത്യതയെ സംബന്ധിക്കുന്നതും തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കിടക്കുന്നതും നീതീകരണത്തിൻ്റെ മാർഗം വിശ്വാസവുമാണ്. അതിനൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. യുഗങ്ങൾ വെച്ച് മാറുന്നതല്ല ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ രക്ഷയും. അതെന്നേക്കും സ്ഥിരമാണ് സ്വർഗത്തിൽ. അതിൻ്റെ നിഴൽ രൂപങ്ങളെ പഴയ നിയമകാലത്ത് അവർ അനുസരിച്ച് പോന്നു. എന്നാൽ ഇന്ന് നമ്മൾ അതിൻ്റെ പൊരുളിനെ കണ്ട് നമ്മൾ അതിനെ അനുസരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. ദൈവത്തിൻ്റെ സ്വഭാവം ഒരിക്കലും മാറുന്നില്ല. അവൻ എന്നും വിശ്വാസത്തിലാണ് പ്രസാദിക്കുന്നത്. അത് പഴയ നിയമമായാലും പുതിയ നിയമമായാലും നീതീകരിക്കപ്പെടുന്നവർ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. എബ്രഹാം അങ്ങനെ തന്നെയാണ് നീതീകരിക്കപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പ്രവൃത്തികളാൽ ഒരു മനുഷ്യൻ ഒരിക്കലും നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണം എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനതയെ ഒരുക്കാൻ ഒരു ശിശുപാലകനെ പോലെ വർക്ക് ചെയ്ത ഒരു സാധനം മാത്രമാണ് ന്യായപ്രമാണം. ദൈവത്തിൻ്റെ നീതിയുടെ ഒരു നിഴൽ മാത്രമാണ്, ഒരു നിഴൽ രൂപമാണ് മോശയിലൂടെ ലഭിച്ച ന്യായപ്രമാണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 6-ാം വാക്യം, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ദൈവം പ്രസാദിക്കുന്ന ഒരേ ഒരു കാര്യം വിശ്വാസമാണ്. ഞാനതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പനെ പോലെ ആകാൻ മകൻ ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ അമ്മയെ പോലെ സാരി ഉടുക്കാൻ ഒരു മോള് ചെറുപ്പത്തിലെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഈ തോർത്തെല്ലാം വാരി ചുറ്റി ഇങ്ങനെ സാരി ഉടുക്കാൻ വേണ്ടി പരിശ്രമിക്കാമെന്ന് വിചാരിച്ചോ. അവൾ ഉരുണ്ട് വീണ് മറിഞ്ഞു ചാടി ഒന്നും ശരിയാവുന്നില്ലെങ്കിലും ഇത് അമ്മ കാണുമ്പോൾ അമ്മയ്ക്ക് ഒരു സന്തോഷം, ഒരു രസം തോന്നുന്നു, ഒരു പ്രസാദമാണ് തോന്നുന്നത്, അല്ലേ? അങ്ങനെയാണ് സാധാരണ തോന്നുന്നത് എനിക്ക് എൻ്റെ ഒരു ചിന്ത. അതെന്തുകൊണ്ടാണ്? ഇത് പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, ആ അമ്മയെപ്പോലെ ആകാനുള്ള ആ കൊച്ചിൻ്റെ ഞരക്കം കണ്ടിട്ടാണ്. അത് രസകരമാണ്. ഈ കുഞ്ഞുങ്ങൾ വളർന്നവർ അനുകരിക്കുന്നത് അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചോദന കാരണമാണ്. അപ്പോൾ ദൈവം പ്രസാദിക്കുന്ന നമ്മൾ എത്ര പെർഫെക്റ്റായ ഒരു കാര്യം ചെയ്തു എന്നുള്ളതിലല്ല, ആ ഉള്ളിലെ ഞരക്കമാണ് ഫെയ്ത്ത്. ആ ഫെയ്ത്താണ് നമ്മളെ കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുമാറാക്കുന്നത്. ആ ഫെയ്ത്ത് വെളിപ്പെടുന്നത് വരെയാണ് നീ ഇന്നത് ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യുന്നുള്ള പ്രമാണങ്ങൾ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. ഫെയ്ത്ത് വെളിപ്പെട്ട് കഴിയുമ്പോൾ അത് ആന്തരികമായി മാറുന്നു. നമ്മൾ അകത്തുനിന്ന് വിശദീകരിക്കപ്പെടുന്നു. ആത്മാവിൻ്റെ വിശദീകരണത്താൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകാനുള്ളൊരു ഞരക്കം ആത്മാവ് നമുക്ക് നൽകുന്നത് വിശ്വാസത്താലാണ്. ആ വിശ്വാസമാണ് ദൈവത്തെ ശരിക്കും പ്രസാദിപ്പിക്കുന്നത്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ഞാൻ ഈ കുഞ്ഞുങ്ങൾ സാരി ഉടുക്കുന്ന, പെൺകുഞ്ഞുങ്ങൾ സാരി ഉടുക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ 4 വയസ്സ് 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ ടവലൊക്കെ എടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെഡ്ഷീറ്റ്, ചെറിയ ഷീറ്റൊക്കെ എടുത്തിട്ട്, അപ്പോൾ അങ്ങനെ അമ്മ ഇങ്ങനെ കുറേ നേരം നോക്കിയിരിക്കും. അമ്മയ്ക്ക് മനസ്സിലാവും ഈ കൊച്ചിന് ഇങ്ങനെ സാരി ഉടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവൾ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? അമ്മ ഒരു ടവലൊക്കെ എടുത്ത് സാരി പോലെ ഉടുപ്പിച്ച് വിടും. ഇതുപോലെയാണ് പലപ്പോഴും കർത്താവിൻ്റെ അടുത്തോട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ കർത്താവിൻ്റെ നീതിക്ക് വേണ്ടി ദാഹിച്ച് ഞരങ്ങിയും പലപ്പോഴും ഇംപെർഫെക്റ്റ് ആയിട്ട്, എന്നാലും നോട്ടം തെറ്റിക്കാതെ അങ്ങനെ ഇരുന്നിരുന്ന് നമ്മൾ അവസാനം അവിടെ ചെല്ലുമ്പം കർത്താവ് നമ്മളെ വിളിച്ചിട്ട് അവൻ്റെ നീതി വസ്ത്രം നമ്മളെ അണിയിക്കും. വിശ്വാസത്താലുള്ള ആ നീതി നമുക്ക് അവൻ നൽകിയിരിക്കുന്നു. ആ പുതിയ വസ്ത്രം നമ്മൾ ധരിച്ചിരിക്കുന്നു. ആ നിത്യതയിൽ നമ്മൾ ആ വസ്ത്രവും ധരിച്ചാണ് ഇരിക്കുന്നത്. ദൈവം നമുക്ക് തന്ന ദാനമാണ്. നമ്മൾ പെർഫെക്റ്റായിട്ട് ധരിച്ചെടുത്തതല്ല, കർത്താവ് നമുക്ക് തന്ന ദാനമാണ്. വിശ്വാസമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ഓക്കെ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പോൾ എന്താണ് എസെൻഷ്യൽ ഫെയ്ത്ത്? അതായത് ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? അതിതാണ്, ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. ആ വിശ്വാസത്തിന് എന്താണ് പ്രസക്തി? ദൈവമുണ്ട്. നമുക്കറിയാം ദൈവം ഉണ്ടെന്ന് എല്ലാവരും, ഒരു വലിയൊരു പങ്ക് ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട്. ഇനി ദൈവം ഉണ്ടോ എന്ന് സംശയമുള്ളവർക്ക് പോലും ഒരു ശക്തി ഉണ്ടെന്നെങ്കിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. കാരണം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ദൈവമുണ്ട്. അതിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ ദൈവമുണ്ട് എന്നുള്ളൊരു ഫെയ്ത്ത് എൻ്റെ നിസ്സഹായാവസ്ഥയിൽ നിന്ന് വരുന്നതാണ്. നീതിയെക്കുറിച്ചുള്ളൊരു നിസ്സഹായാവസ്ഥ എനിക്കുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ദൈവമുണ്ട് എന്ന് പറയുന്നതിനകത്ത് ഉള്ള ബലം വേറൊരു ബലമാണ്.
ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ദാരിദ്ര്യാവസ്ഥയിലിരിക്കുന്നു, ആഹാരം കഴിക്കാൻ വകയില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ലാതിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയാണ് ദൈവമുണ്ട് ബ്രദറെ എന്ന് പറയുമ്പം അതിനകത്ത് ദൈവം എന്തിനു വേണ്ടിയുണ്ട്? നമുക്ക് ആഹാരം തരാൻ വേണ്ടി, നമുക്ക് നമ്മുടെ അനുദിന ആവശ്യങ്ങൾ നടത്താൻ ദൈവമുണ്ട്. ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ ഇങ്ങനെ ചിന്തിച്ച് നോക്കി, കർത്താവിനെ പോലെ ആകാനുള്ള ഞരക്കത്തിലാണ് ഞാൻ. എൻ്റെ ശരീരം കൊണ്ട് സാധിക്കുന്നില്ല, ഞാൻ നിസ്സഹായനാണ്. ഞാൻ നിസ്സഹായനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറയണം ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഗോഡ് വിൽ സീ മീ ത്രൂ. അവൻ എന്നെ വിശുദ്ധനാക്കും, അവന് സാധിക്കും. എൻ്റെ ഈ സാരി ഉടുക്കൽ അല്ലെങ്കിൽ ഈ അറ്റംപ്റ്റ് ടു ബിക്കം ലൈക്ക് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഫെയ്ത്തിൻ്റെ വർക്കുകളാണ്. ഓക്കെ, അത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാണെങ്കിൽ, ആ മോഹമാണ് എന്നെ നടത്തുന്നതെങ്കിൽ കർത്താവ് തന്നെ നമുക്കത് അണിയിക്കും. നമുക്ക് ദൈവമുണ്ടല്ലോ, നമുക്ക് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. വി നീഡ് ടു ബിലീവ് ദാറ്റ് ദർ ഈസ് ഗോഡ്. നമുക്ക് ദൈവമുണ്ട്, നമ്മളാലല്ല, ദൈവത്താലാണ്. അവൻ നമ്മളെ കൈവിടുന്നില്ല. ഈസ് ഓൾവേസ് ദെയർ. അതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലോ. ഈ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ത് പ്രതിഫലമാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ലഭിക്കുന്നത്? ദൈവം തന്നെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം. ദൈവം തന്നെയാണ് നമ്മുടെ അതിമഹത്തായ പ്രതിഫലം എന്ന് വേദപുസ്തകം പറയുന്നു. കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം തന്നെയാണ് പ്രതിഫലം, അല്ലേ? ഒരു കാർ അന്വേഷിക്കുന്നവർക്ക് കാറാണ് പ്രതിഫലം, ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലിയാണ് പ്രതിഫലം, വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നവർക്ക് ഒരു വിവാഹമാണ് ആ അന്വേഷണത്തിൻ്റെ പ്രതിഫലം. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് എന്തായിരിക്കും പ്രതിഫലം? ദൈവം തന്നെയാണ്. ഇപ്പോൾ ദൈവത്തെ തന്നെ പ്രതിഫലമായി ലഭിക്കുന്നത് വിശ്വാസത്താലാണ്. എന്നാൽ പ്രവൃത്തികളാൽ നമുക്ക് ലഭിക്കുന്നത് അവനവനെ തന്നെയാണ്. ഒരു ബെറ്റർ ഞാനെയാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ പ്രവൃത്തികളാൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? ഈ ചേസ് എന്ന് പറയുന്ന ആൾ കുറച്ചുകൂടെ നല്ല ബെറ്ററായ ചേസിനെ കിട്ടുകയാണ്. പക്ഷെ അതല്ല സ്വർഗ്ഗത്തിലെ നീതി. സ്വർഗ്ഗത്തിലെ നീതി എന്ന് പറയുന്നത് ദൈവത്തെ എനിക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ എനിക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. അത് വിശ്വാസത്താൽ മാത്രം സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്, ഹി ഈസ് അവർ അൾട്ടിമേറ്റ് റിവാർഡ് ആൻഡ് അൾട്ടിമേറ്റ് പ്രൈസ്, ഹിസ് റൈച്ചസ്നെസ്. അവൻ്റെ നീതിയാണ്. അത് കുഞ്ഞാടിൻ്റെ നീതിവസ്ത്രമാണ്. അത് നമ്മുടെ പ്രവൃത്തികളല്ല, ദൈവം നമ്മളെ അണിയിക്കുന്നതാണ്. അത് നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് കടക്കാൻ സാധിക്കുള്ളൂ. ഈ നമ്മൾ ഇതിനു മുമ്പ് കണ്ട വിശുദ്ധന്മാരുടെ ജീവിതം, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വായിച്ച കായിൻ്റെയും ഹാബേലിൻ്റെ ലൈഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഹാബേലിൻ്റെ പ്രധാനപ്പെട്ട തോട്ട് എന്ന് പറയുന്നത് അവൻ്റെ ബ്രോക്കൺനെസ് ആണ്. അവൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എൻ്റെ ആടിനെ ദൈവത്തിന് കൊടുത്ത ദൈവത്തിന് സന്തോഷമാവുന്നു, വിശ്വസിക്കുന്നേ ഇല്ല. അയോഗ്യനാണെന്നാണ് ഹാബേൽ ആ യാഗത്തിലൂടെ പറയുന്നത്. കർത്താവെ, ഞാൻ അർപ്പിക്കുന്ന അർപ്പണ വസ്തുവിനും നിൻ്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ല. ഞാനതിനെ അറുത്തു മുറിക്കുന്നു, കാരണം അത് നിനക്ക് പ്രയോജനമുള്ളതല്ല. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒന്നും നിനക്ക് ഗുണമുള്ളതല്ല. കർത്താവെ, നീ ഉണ്ടല്ലോ എനിക്ക്, അത് മതി. ഇതാണ് ഫെയ്ത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. വി ആർ ഓൾവേസ് ബ്രോക്കൺ അറ്റ് ഹിസ് ഫീറ്റ് ആൻഡ് വി സ്റ്റാൻഡ് ദെയർ ബ്രോക്കൺ പ്ലീഡിങ് ഫോർ ഗ്രേസ്. ദൈവത്തോട് നീതിക്കായും കൃപയ്ക്കായും യാചിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നു. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ഈ നുറുക്കമാണ്, ഹൃദയ നുറുക്കമാണ്. നമ്മളെന്തെങ്കിലും കൊടുക്കുന്നതല്ല. എത്ര വലുത് കൊടുത്താലും ഒന്നുമില്ലല്ലോ എന്നുള്ള ഞരക്കമാണ്. എന്നെ തന്നെ കൊടുത്താലും. നമുക്കൊരു സാധാരണ പഴയകാലത്ത് പാടിക്കൊണ്ടിരുന്നൊരു പാട്ടുണ്ട്, നിസ്സീമമാം നിൻ സ്നേഹത്തെ. അതിൻ്റെ വെൻ ഐ സർവേ ദ വണ്ടർസ് ക്രോസ് എന്നുള്ളൊരു ഇംഗ്ലീഷ് പാട്ടിൻ്റെ മലയാളം അത്. അതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ലോകം മുഴുവൻ ഞാൻ നേടിയിട്ട് അത് കൊണ്ടുവന്ന് കർത്താവിൻ്റെ കാലത്തിൽ വെച്ചാലും അവൻ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ ഒരു തുള്ളി രക്തത്തിന് പകരമാകാൻ സാധിക്കില്ല. ഈ ലോകം മുഴുവൻ ഞാൻ നേടിയിട്ട് അത് വേണ്ടാന്ന് വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടു കൊടുത്താലും എനിക്ക് വേണ്ടി കർത്താവ് അർപ്പിച്ച ആ ഒരു തുള്ളി രക്തത്തിൻ്റെ പകരമാകുവാൻ ഈ ലോകത്തിലുള്ള ഒന്നിനും സാധിക്കില്ല. ഇതാണ് ബ്രോക്കൺനെസ് എന്ന് പറയുന്നത്. ഈ ബ്രോക്കൺനെസ്സിൻ്റെ വേറൊരു ഉദാഹരണം, ഈ യഥാർത്ഥ യാഗം, യഥാർത്ഥ ഫെയ്ത്തിൽ നിന്ന് വരുന്ന യാഗത്തിൻ്റെ വേറൊരു ഉദാഹരണം ഈ നവീകരണ കാലഘട്ടത്തിൽ ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു: കർത്താവേ, ഈ മോമെൻ്റ് വരെയുള്ള എൻ്റെ എല്ലാ പാപങ്ങളും നീ ക്ഷമിച്ച ശേഷം ഇപ്പോൾ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലുള്ള സ്വാർത്ഥത നീ കണ്ടാൽ എന്നെ നരകത്തിൽ വിടാനുള്ളതെല്ലാം അതിനകത്തുണ്ട്. ഒരു ചിന്തയ്ക്കകത്ത് എല്ലാറ്റിനകത്തും നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന സിൻ എന്ന എലമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് വി ഓൾവേസ് സ്റ്റാൻഡ് ബ്രോക്കൺ അറ്റ് ദ സെയിം ടൈം ഓൾവേസ് അക്സെപ്റ്റഡ് ബൈ ഗ്രേസ്. ഇതാണ് ഒരു വിശുദ്ധൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. അവൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അവന് ദൈവത്തെ ലഭിക്കുന്നവരെയും അവൻ വിശ്വാസത്താൽ ഓടിക്കൊണ്ടേയിരിക്കും. ഈ ഓട്ടമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസത്താലല്ല ദൈവം ഒരു പ്രവൃത്തിയിലും പ്രസാദിക്കുന്നില്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പം നമുക്കൊരു പ്രതിഫലമുണ്ട്. നമ്മളൊരു പ്രതിഫലം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു പ്രതിഫലത്തോട് മോഹം തോന്നുന്നുണ്ട്, അത് നല്ല കാര്യമാണോ? ഇപ്പം ഞാനൊരു നന്മ പ്രവൃത്തി ചെയ്താൽ എനിക്കൊരു പ്രതിഫലം കിട്ടും, അതുകൊണ്ട് ഞാൻ നല്ല പ്രവൃത്തി ചെയ്യുന്നു. അതിൻ്റെ നീതിയുടെ ഭാഗമാണോ? അല്ല, അതൊരു സ്വാർത്ഥതയാണ്. എനിക്ക് ഇത്ര പൈസ കിട്ടും, അല്ലെങ്കിൽ ഇത്ര റിവാർഡ് കിട്ടും, അതുകൊണ്ട് ഞാൻ നല്ലത് ചെയ്യുന്നു. എനിക്ക് സ്വർഗ്ഗം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പാടുപെട്ട് ഞാൻ നീതിമാനാകുന്നു. അതിനകത്ത് വലിയ മെറിറ്റില്ല, കാരണം എന്തോ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ ഇവിടെ ഈ പ്രതിഫലം എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ് സങ്കല്പിച്ച് നോക്കിയേ. എൻ്റെ മോഹം മുഴുവൻ എനിക്ക് കിട്ടുന്ന എന്തെങ്കിലും വസ്തുവിനോടല്ല, ക്രിസ്തുവിനോട് തന്നെയാണ്. അവിടെ സ്വർഗം ഒരു ഫാക്ടറല്ല. നമ്മൾ സ്വർഗത്തിൽ പോകില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, സ്വർഗത്തിൽ പോകും, പക്ഷെ അതല്ല നമ്മുടെ അനുസരണത്തിൻ്റെ ഫാക്ടർ. എനിക്ക് കർത്താവിനെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അവൻ എൻ്റെ
വലിയ അതിമഹത്തായ പ്രതിഫലമാണ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു ഫെയ്ത്താണ് ഇവിടെ ഹാബേലിൻ്റെ ലൈഫിലും ഹാനോക്കിൻ്റെ ലൈഫിലും കാണുന്നതും. ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവം, അതായത് ദൈവത്തെ അന്വേഷിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. നമുക്ക് ദൈവത്തെ ഉറപ്പായിട്ട് ലഭിക്കും. നിങ്ങൾക്ക് കർത്താവിനെ ആണോ വേണ്ടതെന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമുക്ക് വേണ്ടത് കർത്താവിനെ അല്ല. നമുക്ക് പല സാധനങ്ങൾ വേണം, ആ സാധനങ്ങൾ കൊണ്ടുതരാൻ കർത്താവ് വേണം. അങ്ങനെയാണ് നമ്മുടെ ആത്മീയതയുടെ പ്രത്യേകത. നമുക്ക് വേണ്ടത് സമ്പത്താണ്, നമുക്ക് വേണ്ടത് കുറച്ച് നല്ല പേരാണ്, നമുക്ക് വേണ്ടത് ആളുകൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം, മാനമാണ്, അല്ലെങ്കിൽ എന്താ പറയുക പല കാര്യങ്ങളും, ലോകത്തുള്ള പല കാര്യങ്ങളാണ് വേണ്ടത്. അത് നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള മാർഗ്ഗമാണ് കർത്താവ്. അപ്പോൾ കർത്താവല്ല നമ്മുടെ ലക്ഷ്യം, വസ്തുക്കളാണ്. ആ വസ്തുക്കൾ നമുക്ക് തരുന്ന ആൾ കർത്താവ്. അപ്പോൾ കർത്താവ് ഈസ് ആൻ ഏജന്റ് ഹു ബ്രിങ്സ് ഓൾ ദീസ് തിങ്സ് ടു അസ്. തിരിച്ച് ചിന്തിച്ച് നോക്കി, എനിക്ക് വേണ്ടത് ആ വസ്തുക്കളൊന്നും അല്ല, എനിക്ക് വേണ്ടത് ഈ കർത്താവിനെയാണ്. അതാണ് ഫെയ്ത്ത്. ഫെയ്ത്തിലൂടെ ഞാൻ നേടുന്നത് ക്രിസ്തുവിനെയാണ്. സാമ്പത്തികമല്ല, അനാരോഗ്യത്തിൽ നിന്ന് രോഗസൗഖ്യമല്ല. ഇതൊക്കെ നമുക്ക് കർത്താവ് തരും ആവശ്യമുള്ളിടത്ത്, ദൈവത്തിന് അറിയാവുന്നിടത്ത്. ദൈവത്തിന് ആ ദൈവത്തിൻ്റെ കൺസേൺ അനുസരിച്ച്, അല്ലെങ്കിൽ അവൻ്റെ പ്ലാനിങ് അനുസരിച്ച് എല്ലാം നമുക്ക് തരും. പക്ഷേ എൻ്റെ ലക്ഷ്യം അതല്ല, എൻ്റെ പ്രതിഫലം അതല്ല, എൻ്റെ ആഗ്രഹം അതല്ല. എൻ്റെ പ്രതിഫലം കർത്താവ് തന്നെയാണ്. ഈ വസ്തുക്കൾ കിട്ടാൻ വേണ്ടിയല്ല കർത്താവിനെ വിളിക്കുന്നത്, അവനെ തന്നെ കിട്ടാൻ വേണ്ടിയാണ്. ഇതാണ് വിശ്വാസത്തിൻ്റെ വഴി എന്ന് ഈ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങേ തന്നെ മോഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ഞങ്ങൾക്ക് വലിയ പ്രതിഫലമാകിയാൽ ഞങ്ങൾ വിശ്വാസത്താൽ ഞരക്കത്തോടെ അങ്ങയുടെ പിന്നാലെ വന്ന് കർത്താവ് അങ്ങയിൽ നിന്നുള്ള നീതീകരണവും സമാധാനവും പ്രാപിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.